വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. അപ്പം ഇനി നമുക്ക് പറ്റിയ പാർട്ടി ആരെങ്കിലും ഉണ്ടെങ്കിലേ നമുക്കത് വാടകയ്ക്ക് കൊടുക്കാം. നീ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് തപ്പും. നാളെ മാറ്റി ഫ്രീ അല്ലേ? അത് സാരിയുടെ നമുക്ക് നാളെ തന്നെ പോവാം. ആ ഓക്കെ. പിന്നെ ഒരു 3 മാസം വാടക അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. പിന്നെ 1 മാസം വാടക അറിയാല എന്റെ. അതൊക്കെ നിങ്ങൾ ശരിയാക്കാന്ന്. അപ്പച്ചന് വീട് ഇഷ്ടപ്പെട്ടോ? എനിക്ക് വീട് ഇഷ്ടപ്പെടുന്നതിലല്ലല്ലോ കാര്യം. പക്ഷെ വാടക, നമ്മൾ ഉദ്ദേശിച്ച വാടകക്കൊന്നും ഇവിടെ നല്ലൊരു വീട് കിട്ടില്ല. ഇത് തന്നെ ഇപ്പോ ഈ വാടക ഒത്തുകിട്ടിയത് നമ്മുടെ ഭാഗ്യമെന്ന് വിചാരിച്ചാൽ മതി. ആ ഒരു 5-8 മാസത്തേക്ക് മതി നമുക്ക്. അതിനുള്ളിൽ കേസ് വിധിയാവും എന്നാണ് വക്കീല് പറഞ്ഞത്. ഇതൊരു കിടുക്കം ബിസിനസ്സാ. എന്നിട്ട് ആ ഫ്ലാറ്റ് വാടക കൊടുത്താലുണ്ടല്ല. ഓ, അതൊക്കെ നമ്മൾ കൂട്ടിയ കൂടി ജോസൂട്ടി. എന്താ കൂടാത്തത്? അതല്ല, കോടികളുടെ ബിസിനസ് അല്ലേ ചേട്ടാ. റിസ്കുകൾ എടുക്കണം. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള ആളുകൾ റിസ്ക് എടുത്തിട്ടുള്ളവരാ. അറിയോ ഏട്ടന്? പണി പറഞ്ഞ നേരം കൊണ്ട് കഴിയും. പിന്നെ ഈ ആദ്യം ബുക്ക് ചെയ്ത് പോകുന്നവർക്കേ പ്രിഫറൻസും ഉണ്ട്. പിന്നെ എമൗണ്ടിലാണെങ്കിലും കുറച്ചല്ല നല്ലൊരു എമൗണ്ട് ലെസ് ചെയ്ത് തരും. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒരു 10 lakh അഡ്വാൻസ് കൊടു. അല്ല, ഭാവിയിൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യൂ. അല്ല, ഈ ബിൽഡിംഗ് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് ഫ്ലാറ്റ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ ഇനി എത്ര നാളെടുക്കും? ഏറിയാൽ 4 മാസം. അതിനുള്ളിൽ ഓപ്പൺ ചെയ്യും. ആ, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ എമൗണ്ട് ഞാൻ അഡ്വാൻസ് ചെയ്യാം. പക്ഷേ അതിനായിട്ടൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യൂലല്ലേ? ഓ, അതൊക്കെ അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർ ചാനലിലൂടെ നടക്കും. അല്ല, അത് എൽദോ സാറിന് നിർബന്ധമാണ്. ആ പിന്നെ നിങ്ങൾക്ക് കാർ പോർച്ചിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഏതാണ്ട് ആ ഏരിയയിലായിട്ട് വരും. അത് പിന്നെ ഇപ്പൊ എന്തെങ്കിലും മാറ്റങ്ങൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. അപ്പൊ അതിനനുസരിച്ച് ഇത് ചെയ്യും. എൻ്റെ ജോസേ, ഇപ്പം തന്നെ പ്ലംബിംഗ് മെറ്റീരിയൽസിനും വയറിങ്ങും ഒക്കെ ആയിട്ട് ആ പോളേന് നല്ലൊരു കാശ് ചിലവായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താലേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അത് മറക്കണ്ട. എടാ, ആ എൽദോ സാറേ കുറച്ച് ഡള്ളാണെന്ന് തോന്നുന്നല്ലോ. ആദ്യമൊക്കെ കറക്റ്റായിരുന്നല്ലോ. കണ്ട, ആദ്യമൊക്കെ കറക്റ്റായിരുന്നു എന്ന് പറഞ്ഞ ആള് ഇപ്പൊ കറക്റ്റല്ല. എടാ, അതെല്ലാം നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ. എടാ, ഇങ്ങനെ ഈ കൺസ്ട്രക്ഷൻ പരിപാടി എന്നൊക്കെ പറയുമ്പോണ്ടല്ല, ഈ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. അപ്പോ ഈ ഇങ്ങനെ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകൾ നമ്മൾക്ക് ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്യണ്ടടാ. എടാ, ആ പോൾ സാർ ഓഫീസിലിരുന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടത് നിന്നോട് പറഞ്ഞെന്നുള്ളൂ. എടാ, അടുത്ത ആഴ്ചയിലെ, അതായത് വരുന്ന ബുധനാഴ്ച 5 ഫ്ലാറ്റിന്റെ അഡ്വാൻസ് കിട്ടും. അപ്പോ ഒരു ഫ്ലാറ്റിന് 10 ലക്ഷം രൂപ വെച്ച് 5 ഫ്ലാറ്റിന് 50 ലക്ഷം രൂപ. അതിന്റെ ഇടയില നിന്റെ ഈ പോൾ സാറിന്റെ 3-3.5 ലക്ഷം രൂപ. പണത്തെ പിന്തുടരുന്നവന് മാർഗഭ്രംശം സംഭവിക്കും. പ്രഭാഷകൻ 31-ാം അധ്യായം 5-ാം വാക്യം. എടാ, നീ പറഞ്ഞ പോലെയാണ് കാര്യങ്ങളെങ്കിലേ 3 ലക്ഷം രൂപയുടെ അല്ല, ഒരു 10 ലക്ഷം രൂപയുടെ സാധനങ്ങൾ അവിടുന്ന് സാറ് തരും. നമുക്ക് സാറിനെ കാണാം. നീ വന്നേ വാ. എന്റെ എൽദോ ചേട്ടൻ ആ കാര്യം ഓർത്ത് എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കണത്? നമ്മൾ വിചാരിച്ചതിനേലും ബഡ്ജറ്റ് കുറച്ച് കൂടിയെന്നല്ലേ ഉള്ളു. ഈ കുറച്ചാളും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ പോരെ. ഫ്ലാറ്റിന്റെ പണി ഏകദേശം പകുതിയിലധികം കഴിഞ്ഞില്ലേ. അതങ്ങ് തീർന്നു കഴിഞ്ഞാ പിന്നെ ചേട്ടന് പിന്നെ എന്ത് നോക്കാനാണ്?
കോടികളല്ലേ കയ്യിൽ വരാൻ പോണത്. അതല്ല ജോസൂട്ടി, പിന്നെ ഇപ്പൊ തന്നെ കയ്യിലുണ്ടായിരുന്നതും വിറ്റതും എല്ലാം തീർന്നു. ദേ എല്ലാം നിന്നെ വിശ്വസിച്ച. എനിക്കറിയാൻ ചേട്ടാ, എന്തിനും ഏതിനും ഞാൻ കൂടെയില്ലേ. കാശില്ലാന്ന് കരുതി 3 നിലയില് പണി നിർത്താൻ പറ്റുമോ? എൽദോ ചേട്ടാ, നമ്മൾ 5 നില പണിയാൻ വേണ്ടി ഫൗണ്ടേഷൻ തേക്കണല്ലേ. പക്ഷെ ജോസൂട്ടി, ആ, ബാക്കി പണി നടത്തണമെങ്കിൽ കാശിന് കാശ് തന്നെ വേണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. ആ മില്ലിനടുത്തുള്ള വീടില്ലേ, അത് നമുക്ക് അങ്ങ് വിൽക്കാം. അപ്പൊ അങ്ങനെ ചെയ്യാല്ലേ? പിന്നല്ലാതെ. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അതൊന്നും ഓർത്ത് ചേട്ടൻ ടെൻഷൻ അടിക്കണ്ട. തൽക്കാലം നമുക്കത് വിറ്റിട്ടേ ബാക്കിയുള്ള പണി തുടങ്ങാന്ന്. അപ്പൊ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വന്ന് സംഗതി അങ്ങ് റെഡിയാവൂന്നേ. ചേട്ടൻ ഇപ്പൊ ഒരു കാര്യം മാത്രം ഓർത്താ മതി. ഈ 5 നിലയില 20 ഫ്ലാറ്റുകൾ പണി തീർത്ത് വിറ്റ് കഴിഞ്ഞാലേ ചേട്ടന്റെ കയ്യിൽ വരാൻ പോണതേ കോടികളാണ്, കോടികൾ. ഒരു ഫ്ലാറ്റിന് നമുക്ക് മിനിമം 50-65 ലക്ഷം മേടിച്ചെടുക്കാം. അപ്പൊ പിന്നെ നമ്മൾ ഈ വിൽക്കാൻ പോകുന്ന വീടും പറമ്പൊന്നും ഒരു നഷ്ടമായിട്ട് കൂട്ടണ്ട. ആ, അപ്പോ മാർട്ടിനവിടുന്ന് ഒഴിഞ്ഞാലല്ലേ കച്ചവടം നടക്കൂ. 1 വർഷത്തേക്ക് കരാർ എഴുതിയിരിക്കല്ലേ, അവൻ അവിടെ നിന്ന് എങ്ങനെ ഒഴിവാക്കും? എന്റെ ചേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് അവൻ 3 മാസമായിട്ട് വാടക തന്നിട്ടില്ലെന്ന്. വാടക കൃത്യമായിട്ട് തന്നില്ലെങ്കിൽ പിന്നെ ഈ 1 വർഷത്തെ കരാറെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളങ്ങ് സ്ട്രോങ് ആയിട്ട് പറഞ്ഞേക്കണം ഇറങ്ങിത്തരണമെന്ന്. ചേട്ടൻ അവരവിടെ നിന്ന് ഇറക്കി വിടുന്നേ. ആ സ്ഥലം കച്ചവടമാക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റുന്നേ. എങ്കിൽ ഒഴിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഏതായാലും അവനോട് നീ ഇവിടെ വരാൻ പറഞ്ഞിട്ടില്ല? അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്ലാറ്റിന്റെ പണി എത്രയും പെട്ടെന്ന് തീർന്ന് അത് വിറ്റിട്ട് വേണം അടുത്ത സ്ഥലം മേടിക്കാൻ. അതെന്തിനാ? എടാ, അടുത്ത ഫ്ലാറ്റ് പണിയണ്ടേ? ഓ, അങ്ങനെ ഇങ്ങനെ ചിന്തിക്ക്. ദേ ചേട്ടാ, ഞാൻ പൊക്കി പറയണേന്ന് പറയരുത്. ഇത്രയും ബിസിനസ് മൈൻഡുള്ള ചേട്ടൻ വളരെ നേരത്തെ തന്നെ ഈ ഫ്ലാറ്റ് ബിസിനസ്സിൽ വരേണ്ടതായിരുന്നു. ആ, നമുക്കിനി സമയമുണ്ടല്ലോ. അതെ, പിന്നെ ആദ്യം ഇത് തീരട്ടെ. ഒന്നിന് പിറകെ ഒന്നായിട്ട് നമുക്ക് പണിയാലോ. അത് പണിയാ. അവൻ മാറ്റി വരുന്നുണ്ട്. ആ, എന്തോ ചേട്ടാ? എന്താടാ മാർട്ടിനെ, കുറച്ച് ദിവസമായല്ലോ കണ്ടിട്ട്. അത് പിന്നെ ചേട്ടാ, ഞാൻ എൻ്റെ ഒരു കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയുള്ള ചെറിയ ഒരു ഓട്ടത്തിലായിരുന്നേ. ആ, അതെന്തെങ്കിലും ആട്ടെ. കഴിഞ്ഞ മാസം താൻ എൻ്റെ അടുത്ത് പറഞ്ഞതേ കുടിശ്ശികയുള്ള വാടക എല്ലാം കൂട്ടി ഈ മാസം തീർത്ത് തന്നോളാന്നാ. എന്നിട്ട് ഈ മാസത്തെ വാടക ഡേറ്റ് കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി. ഇനിയിപ്പോ എന്ന് തരാനാ? ആകെ മൊത്തം 3 മാസത്തെ വാടക തരാനുള്ളത് അറിയാലോ. അറിയാൻ ചേട്ടാ. ചേട്ടൻ എനിക്കൊരു മാസം കൂടി സമയം തരണം. ഞാൻ എല്ലാ മുടക്കും കൂടി അങ്ങനെ തീർത്ത് തന്നേക്കാം. 1 മാസത്തെ അല്ല, 5 മാസത്തെ സമയം തന്നാൽ പോലും വാടക കിട്ടില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് അത് തരാൻ ഇനി ബുദ്ധിമുട്ടാണ്. അഡ്വാൻസ് എന്ന തുകയിൽ ഈ മുടക്കി വാടക കഴിച്ച് ഇനി താൻ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നാൽ മതി. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്നും തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. ലൂക്ക 6-ാം അധ്യായം 45-ാം വാക്യം. ചേട്ടാ, പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങാന്ന് പറഞ്ഞാ ഇപ്പൊ അവിടെ നിന്ന് മാറാന്നൊക്കെ പറഞ്ഞാ ഞാൻ ആകെ പെട്ടുപോകും ചേട്ടാ. അതെ, അത് പറഞ്ഞാലെങ്ങനെ മാറ്റിനെ? ഈ എൽദോ ചേട്ടൻ പറയുന്നതും ശരിയല്ലേ. വാടക കിട്ടാതെ നിങ്ങൾ അവിടെ അങ്ങനെ താമസിപ്പിക്കാന്ന് പറഞ്ഞാ ഇദ്ദേഹത്തിനും കുറെ കാര്യങ്ങളുള്ളതല്ലേ. ജോസൂട്ടി, പക്ഷേ ഈ ഒരു അവസരത്തിൽ ഞാൻ ഇവിടെ നിന്ന് മാറാന്നൊക്കെ പറഞ്ഞാ വേറൊരു ഇടവില്ല. അതുകൊണ്ടാണ്. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല മാർട്ടിനെ. പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല ഞാനത് വാടകയ്ക്ക് തന്നത്. എന്നാലും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാ അല്ല എന്ന് കരുതി ഇപ്പൊ തന്നെ അവിടെ നിന്ന് മാറണമെന്നല്ല ചേട്ടൻ പറയണത്.
വേറൊരു വീട് കണ്ടുപിടിച്ച് ഒരാഴ്ചക്കുള്ളിൽ മാറിയാ മതി. ആ ഒരാഴ്ചയോ? ഏയ് അതൊന്നും ശരിയാവില്ല. എനിക്ക് 100 കൂട്ടം കാര്യങ്ങളുള്ളതാ. നാളെയോ മറ്റന്നാളോ എനിക്ക് വീട് ഒഴിഞ്ഞു കിട്ടണം. ഇങ്ങനെ വാശി പിടിക്കല്ലേ ചേട്ടാ, നമ്മുടെ ആളല്ലേ മാർട്ടിൻ. ഒരാഴ്ച സമയവും കൂടി ചേട്ടൻ പുള്ളിക്ക് കൊടുക്കുന്നേ. ദേ ജോസൂട്ടി പറഞ്ഞുകൊണ്ട് മാത്രം ഒരാഴ്ച കൂടി സമയം തരാം. അപ്പോൾ ഇന്ന് തിങ്കൾ, അടുത്ത തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് മുമ്പ് എനിക്ക് താക്കോല് കിട്ടണം. ഓക്കെ, സമ്മതിച്ച്. അതെ മാർട്ടിന് ചെല്ലി, ചേട്ടൻ സൈഡിലേക്ക് ഒന്ന് മാറിയുന്നേ. അല്ല, ചേട്ടാ, ജോസൂട്ടി, ചെല്ലി മാർട്ടിന്, ചെല്ലി, വണ്ടി എടു. ചെല്ലി. ചെല്ലി. അല്ല, നീ എന്തിനാ ഒരാഴ്ചയോടെ സമയം കൊടുത്തത്? പിന്നല്ലാതെ എന്റെ ചേട്ടാ, എനിക്ക് പുള്ളിയുടെ മുമ്പിൽ വെച്ച് എനിക്ക് ചേട്ടന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? എന്റെയൊക്കെ ഈ ബിസിനസ്സിനുണ്ടല്ലോ ആരും പിണക്കാൻ പറ്റില്ല. മനുഷ്യൻ തന്റെ മാർഗം ആലോചിച്ചു വയ്ക്കുന്നു, അവന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. സുഭാഷിതങ്ങൾ 16-ാം അധ്യായം 9-ാം വാക്യം. അതുകൊണ്ടാണ് അത് ചേട്ടൻ മനസ്സിലാക്കുക. വാ നടക്ക്. എന്തായി ചേട്ടാ പോയിട്ട്? മാനേജരെ കണ്ടോ? കണ്ടു. എന്നിട്ട് എന്തു പറഞ്ഞു? എന്താ ചേട്ടാ ഒന്നും മിണ്ടാത്തത്? എല്ലാം പോയി ഗ്രേസി. സ്വന്തം ഒന്ന് പറയാൻ നമുക്കിനി ഒന്നുമില്ല. ചേട്ടാ. അതെ ഗ്രേസി, ഇനിയൊരു അവധി തരാൻ പറ്റില്ലെന്ന് ആ മാനേജർ തീർത്തു പറഞ്ഞു. ഉടനെ തന്നെ ജപ്തി ഉണ്ടാകുമെന്നാ പറഞ്ഞത്. എന്റെ ദൈവമേ, ആ കാറിന്റെ ആൾക്കാർ വന്നിരുന്നു. അവര് നാളെ വന്ന് കാറ് കൊണ്ടുപോകുന്നാ പറഞ്ഞേ. നീ വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കാതെയാ ഞാൻ ഫ്ലാറ്റിന്റെ പണി തുടങ്ങിയത്. അതിനു വേണ്ടി എല്ലാം വിറ്റു തുളച്ചപ്പോഴും കിടപ്പാടം വരെ പണയം വെച്ചപ്പോഴും ഒന്നും നീ പറഞ്ഞത് ഞാൻ ചെവിക്കൊണ്ടില്ല. അവസാനം ഫ്ലാറ്റ് ചെരിഞ്ഞ് കോടതി വർക്ക് സ്റ്റേ ചെയ്തപ്പോഴും എന്നേക്കാളേറെ വിഷമിച്ചത് നീയാ. അന്നെല്ലാം നിന്നെ സമാധാനിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോ കിടപ്പാടം പോലും നഷ്ടപ്പെട്ട് നടുറോട്ടിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഈ അവസ്ഥയിൽ നിന്നെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. വിഷമിക്കാതിരിക്കുക, എല്ലാം ദൈവവിധിയ. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റിന്റെ ശിക്ഷയായിരിക്കും ഇത്. അങ്ങനെ ഓർത്ത് സമാധാനിക്കാൻ നമുക്ക്. ആ മാർട്ടിനെ അന്ന് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലായിരുന്നെങ്കിൽ ആ വീടെങ്കിലും ഉണ്ടാകുമായിരുന്നു നമുക്ക്. പോകാൻ വേറൊരു ഇടമില്ലാതിരുന്ന അവസ്ഥയിൽ കണ്ണീരോടെയാ ആ മാർട്ടിൻ അന്ന് ഭാര്യയും കുഞ്ഞിനെയും അമ്മയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങിയത്.
ആവശ്യക്കാരനിൽ നിന്ന് കണ്ണു തിരിക്കരുത്. നിന്നെ ശപിക്കാൻ ആർക്കും ഇട നൽകുകയുമരുത്. എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. പ്രഭാഷകൻ 4-ാം അധ്യായം 5-ാം വാക്യം. സുഖമില്ലാതിരിക്കുന്ന നിന്നെയും കൂട്ടി ഞാൻ എങ്ങോട്ടാ പോകേണ്ടതെന്ന് എനിക്കറിയില്ല ഗ്രേസി. കരയാതിരിക്കേട്ട, ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടാവും. അവിവേകം കൊണ്ട് ഞാൻ ചെയ്തു പോയതിനല്ല, എന്നോട് ക്ഷമിക്കണേ ദൈവമേ. ആ ചേട്ടാ, ആ ആ ഇറങ്ങ്. ആ മാർട്ടിനെ, എങ്ങോട്ടാ രണ്ടാളും കൂടി? അത് ഇവക്ക് നല്ല സുഖമില്ലേ, ഒന്ന് ആശുപത്രി വരെ പോവാ. ഇപ്പൊ എവിടെയാ? കുറെ നാളായല്ലോ കണ്ടിട്ട്. ഞാനിപ്പോ നാട്ടിലാണ് എഴുതോ ചേട്ടാ. ഓ, ഞാനിപ്പോ വർഗീസ് സാറിന്റെ വീട്ടിൽ നിന്ന് പോയിട്ട് വന്നതാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷാടോ, അങ്ങനെയൊക്കെ അങ്ങ് പോണു. ആ മോളെ ആൻസി, സുഖമല്ലേ? നിന്റെ മോളെ കൊണ്ടുവന്നില്ലേ? ഇല്ല ചേച്ചി, അവൾക്ക് ക്ലാസ് ഉള്ളതല്ലേ. ആ പിന്നെ ആ ഫ്ലാറ്റിന്റെ പണി തുടങ്ങി വെച്ചത് മുടങ്ങിയല്ലേ? ഞാൻ കേട്ടിരുന്നു. അത് ഫ്ലാറ്റല്ല മാർട്ടിന്, ഫ്ലാറ്റിന്റെ രൂപത്തിൽ ദൈവം എനിക്ക് തന്ന ശിക്ഷയാണ്. ന്യായമല്ലാത്ത ചെറിയ ചെറിയ ലാഭങ്ങൾ വലിയ വലിയ നഷ്ടങ്ങളുടെ മുന്നോടിയാണെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി. എൻ്റെ എടുത്തുചാട്ടത്തിനും അത്യാഗ്രഹത്തിനും ഞാനിപ്പോ ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അല്ല, അപ്പൊ ജോസൂട്ടി അവനിപ്പോ ജയിലിലാ. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും, താൻ വച്ച കെണിയിൽ താൻ തന്നെ കുടുങ്ങും. പ്രഭാഷകൻ 27-ാം അധ്യായം 26-ാം വാക്യം. താൽക്കാലിക ലാഭം ആഗ്രഹിച്ച് ഫ്ലാറ്റ് വിൽക്കാൻ പിരിവെടുത്ത് ആർഭാട ജീവിതം നയിച്ചു. കാശ് കൊടുക്കാനുള്ളൊരു വെറുതെ വിടുവോ? ആ, ചുളുവിലയ്ക്ക് കുറച്ച് പറമ്പ് കൊടുക്കാനുണ്ടെന്നും അതിൽ 5 നില ഫ്ലാറ്റ് പണിത് വാടകയ്ക്ക് കൊടുക്കാമെന്നും അവൻ പറഞ്ഞപ്പോ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാൻ തന്നെയാ ചാടി പുറപ്പെട്ടത്. പക്ഷേ അത് ചതുപ്പ് നിലമാണെന്നോ അവിടെ പണിയുന്ന ഫ്ലാറ്റ് ചരിയുമെന്നോ കേസാവുമെന്നോ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ജോസൂട്ടിയുടെ തലതിരിഞ്ഞ ബുദ്ധി എനിക്കൊരുപാട് സമ്പത്ത് നേടിത്തരുമെന്ന് ഞാൻ വിശ്വസിച്ചു. അതനുസരിച്ച് ജീവിതത്തിൻ്റെ നന്മകളും തിന്മകളും തിരിച്ചറിയാതെ നന്മയ്ക്കും തിന്മയ്ക്കും അപ്പുറം സമ്പത്തിന് വേണ്ടി ഞാൻ പരക്കം പാഞ്ഞപ്പോൾ ഇങ്ങനൊരവസ്ഥ എനിക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ, അവനവൻ ചെയ്യുന്ന തെറ്റുകളുടെ ഫലം സ്വയം അനുഭവിച്ചല്ലേ പറ്റൂ. ഏതാശുപത്രിയിലാ ചേച്ചിനെ കാണിക്കുന്നേ? എന്തു പറ്റി ചേച്ചി? മക്കളെ, സത്യം പറഞ്ഞ ഞങ്ങൾ ആശുപത്രിയിലേക്കല്ല പോകുന്നത്. അത് നിങ്ങളോട് പറയാനുള്ള മടി കൊണ്ടാ ആശുപത്രിയിലേക്കാണെന്ന് കള്ളം പറഞ്ഞത്. നിങ്ങൾക്കറിയോ, ഞങ്ങൾക്കിപ്പോ കിടക്കാൻ ഒരു വീട് പോലും ഇല്ല. ഉള്ളത് മുഴുവൻ വിറ്റുപെറുക്കിയ ഞങ്ങൾ ആ ഫ്ലാറ്റ് പണിത്. അതില്ലാതായതോടുകൂടി ഞങ്ങൾ പെരുവഴിയിലായി. എന്നും ഞങ്ങൾ അന്തി ഉറങ്ങുന്നത് അനാഥാലയത്തിലെ
മദറിന്റെ കാരുണ്യം കൊണ്ട് അവിടെയാ. അങ്ങോട്ട് പോവാ ഞങ്ങളിപ്പോ. പകല് മുഴുവൻ പള്ളിയിലും മറ്റും ചെലവഴിക്കും. ഭക്ഷണം കഴിക്കുന്നത് പോലും ആരുടെയെങ്കിലും ഔദാര്യം കൊണ്ട. എന്താ ചേട്ടാ ഇത്? ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എൻ്റെ അപ്പൻ്റെ സ്വത്തുക്കളെല്ലാം ഒരു കേസിൽ കിടന്നിരുന്നതുകൊണ്ടാ അന്ന് നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചത്. അന്ന് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്നതെല്ലാം തീർന്നു. ആ കേസ് ഞാൻ ജയിച്ചു. ആ സ്വത്തെല്ലാം എനിക്ക് കിട്ടി. ഇന്നെനിക്കൊരു വീടുണ്ട്. പഴയതാണെങ്കിലും ഒരുപാട് മുറികളുള്ള ഒരു വലിയ വീട്. ഒരു കുറവുമില്ലാതെ നിങ്ങൾക്കിനി അവിടെ കഴിയാം. മോനെ, അതേ ചേട്ടാ, എൻ്റെ അപ്പൻ നേരത്തെ മരിച്ചതാ. 6 മാസം മുമ്പ് എൻ്റെ അമ്മയും മരിച്ചു. ആ സ്ഥാനത്ത് ഞങ്ങളുടെ അപ്പനും അമ്മയായിട്ട് നിങ്ങൾക്ക് അവിടെ കഴിയാം. ഒന്നില്ലെങ്കിലും കുറച്ച് നാളെങ്കിൽ കുറച്ച് നാള് ഞങ്ങളും നിങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞതല്ലേ. വാ, ഞാൻ ഒരു ഓട്ടോ വിളിച്ചു തരാം. നിങ്ങൾ 3 പേരും കൂടി ആ ഓട്ടോ കയറി പോയിക്കോ. ഞാൻ വണ്ടിക്ക് പുറകെ വരാം. മോനെ, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. വിലാപങ്ങൾ 3-ാം അധ്യായം 22-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.